ലേഖനം അതിന്റെ ഒരു 5-ാം അധ്യായം 2-ാം വാക്യം വായിച്ചു. 5:2. ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ അർപ്പിച്ചതുപോലെ. കണ്ടോ, നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവമക്കൾ സ്നേഹത്തിൽ നടക്കണം. ഹല്ലേലൂയ. നാം ദൈവത്തെ സ്നേഹിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ദൈവം നന്മയ്ക്കായി ചെയ്യുമെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ഞാൻ പറയട്ടെ, കുടുംബങ്ങള് ഐക്യതയോടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഹല്ലേലൂയ. ആരെല്ലാം എതിരായിക്കോട്ടെ, നിങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് കഴിഞ്ഞാൽ നിങ്ങളെ തകർക്കുവാൻ ഒരു ശത്രുവിന് കഴിയത്തില്ല. എന്നാൽ നിങ്ങളുടെ കപ്പൽ ജീവിത പടയിൽ വിള്ളൽ സംഭവിച്ചിട്ട് പെയിന്റടിക്കാൻ നിൽക്കരുത്. വിള്ളൽ ആദ്യം അടയ്ക്കണം, അല്ലാതെ പെയിന്റടിച്ചിട്ട് കാര്യമില്ല. അവിടെ ശത്രു നമ്മളെ തകർക്കും. പിശാചിന് ഇടം കൊടുത്തു കഴിഞ്ഞാൽ അവൻ കയറി വരും. കേട്ടോ, അവൻ പിശാചിന് ഇടം കൊടുക്കരുത്. അവരുടെ തന്ത്രങ്ങളെ നിങ്ങൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. അവരുടെ എതിർത്ത് നിൽക്കണം. അതിനാണ് നിങ്ങൾ കൈകോർത്തിരുന്ന ഐക്യതയോടെ നിന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്. അതിനാണ് നിങ്ങൾ അതിൽ ഒരു മനസ്സോടെ ദൈവസന്നിധിയിൽ നിങ്ങൾ ഭൂമിയിൽ ഐകമത്യപ്പെട്ട് വേദപുസ്തകം പറയുന്നത്. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് നിങ്ങൾ ഭൂമിയിൽ ഐകമത്യപ്പെട്ട് എന്ത് യാചിക്കണം. എന്ത് യാചിച്ചാലും പിതാവ് പുത്രൻ മഹത്വപ്പെടേണ്ടതിന് ചെയ്തു തരുമെന്നാണ് നമ്മുടെ കർത്താവ് പറഞ്ഞത്. ഹല്ലേലൂയ. അതുപോലെ ഐക്യത. സഭ ഇന്ന് കർത്താവിന്റെ അഭിഷേകൻ പറഞ്ഞല്ലോ, നമ്മുടെ സഭ എന്ന് പറയുന്ന ക്രിസ്തുവിന്റെ ശരീരമാണ്. നമ്മൾ പല അവയവങ്ങളാണ്. ഒരു അവയവത്തിന് കേടുവന്നാൽ മറ്റേ അവയവത്തിനും അത് അവൻ വേദന ഉണ്ടാകും. കേട്ടോ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മെ വിളിച്ച വിളി വിശുദ്ധ വിളിയാ. ഓ ഹല്ലേലൂയ. നമ്മൾ ഇവിടെ അല്ലെന്ന്, നമുക്കൊരു പുതിയ ഭൂമിയും പുതിയ ആകാശവും, ഓ ഹല്ലേലൂയ, ഓ സ്വർഗീയ കനാൻ നമുക്ക് ദൈവം പ്രദാനം ചെയ്തിട്ടുണ്ട്. ആ കർത്താവ് നമ്മെ ഒരിടത്താണ്